ഇന്നത്തെ റെസിപ്പി ബ്രൊക്കോളി റൈസ് ആണ്. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസിന്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ചൂടായ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ വരെ സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ബീൻസും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തിട്ട് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ളതാണ്. അതും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതൊരു 2-3 മിനിറ്റ് അടപ്പ് വെച്ച് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെൻറ്ററിൽ ഇതുപോലെ ഒരു പോർഷൻ എടുത്തിട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വെജിറ്റബിളും ഈ മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി റൈസാണ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ക്യാരറ്റൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ ബ്രൊക്കോളി റൈസ് റെഡി ആയിട്ടുണ്ടാവും. ആവശ്യമാണെങ്കിൽ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു ഈസി റെസിപ്പിയാണ്. ലഞ്ച് ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.